അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. വിശുദ്ധ ഖുർആനിലെ 77-ാമത്തെ അധ്യായമാണ് സൂറത്ത് അൽ മുർസലാത്ത്. ഇതിൻ്റെ അവതരണക്രമം 33 ഈ സൂറത്ത് അവതരിച്ചത് മക്കയിലാണ്. മക്കി സൂറയാണ്. ഈ സൂറത്തിൽ 50 ആയത്തുകളാണ് മൊത്തത്തിൽ ഉള്ളത്. ഈ സൂറത്തിൻ്റെ പേര് മുർസലാത്ത് എന്നാണ്. മുർസലാത്ത് എന്ന് പറയുമ്പോൾ ഈ സൂറയുടെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ സൂക്തത്തിലെ വാക്കാണ് മുർസലാത്ത്. അത് തന്നെ ഈ സൂറയുടെ പേരായിട്ട് വച്ചിരിക്കുന്നു. ഈ സൂറത്ത് അവതരിച്ചത് മക്കയിലാണ് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഈ സൂറത്ത് അവതരിച്ചത്. ഈ സൂറത്തിന് തൊട്ട് മുമ്പ് അവതരിച്ച ഒരു അധ്യായമാണ് സൂറത്ത് അദ്ദഹർ, അതുപോലെ അൽ ഖിയാമ. നമ്മൾ പഠിച്ച സൂറയാണ് അൽ ഖിയാമ. ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം ഇറങ്ങിയ 2 സൂറകളാണ് അൻ-നബ, സൂറത്ത് അൻ-നബ, പിന്നെ സൂറത്ത് നാസിയാത്ത്. ഈ സൂറകളൊക്കെ വ്യത്യസ്ത ശൈലിയിൽ ഒരേ ആശയം ആണ് പങ്കുവയ്ക്കുന്നത്. അഥവാ സൂറത്ത് നാസിയാത്ത് ആകട്ടെ, സൂറത്ത് നബ ആകട്ടെ, സൂറത്ത് ദഹർ ആകട്ടെ, സൂറത്ത് അൽ ഖിയാമ ആകട്ടെ, വ്യത്യസ്ത ശൈലിയിലാണ് പറയുന്നത്, പക്ഷേ ഒരേ ആശയമാണ് പങ്കുവയ്ക്കുന്നത്. മക്കാനിവാസികളെ ഉത്ബോധിപ്പിക്കുക, ബഹുദൈവ ആരാധകരായ പാരത്രിക ലോകത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന മക്കാനിവാസികളെ ഉത്ബോധിപ്പിക്കുക, അതിനുവേണ്ടി ഒരേ കാലയളവിൽ അവതരിച്ചതാണ് ഈ അധ്യായങ്ങളൊക്കെ. ഈ സൂറയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൽ പ്രധാനമായും പറയുന്നത് പരലോകത്തെ സംബന്ധിച്ചാണ്, ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചാണ്. പരലോകത്തിൻ്റെ യാഥാർത്ഥ്യം അതെത്രമാത്രം സത്യമാണ് എന്ന് ഈ സൂറത്ത് തെളിവുകൾ നിരത്തി സ്ഥാപിക്കുന്നു. പരലോകത്തെ നിഷേധിക്കുകയും പരലോകത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അന്തിമ ഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഈ സൂറ. അപ്പോൾ നിഷേധിക്കുന്നതിൻ്റെ പര്യവസാനം എങ്ങനെ, അതിനെ വിശ്വസിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അംഗീകരിക്കുന്നതിൻ്റെ പര്യവസാനം എങ്ങനെ, ആ അന്തിമ ഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു എന്നതാണ് ഈ സൂറയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഈ സൂറത്തിൻ്റെ 1 മുതൽ 7 വരെ ആയത്തുകളിൽ വായുവിൻ്റെ സംവിധാനം അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. തുടക്കത്തിൽ 1 മുതൽ 7 വരെ ആയത്തുകളിൽ വായുവിൻ്റെ സംവിധാനം. ഇന്ന് ശാസ്ത്രം അത് കണ്ടെത്തിയിട്ടുണ്ട്. എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് അള്ളാഹു അത് ഏർപ്പെടുത്തി വച്ചിട്ടുള്ളത്. അപ്പോൾ ആ സംവിധാനത്തെ മുമ്പിൽ വച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനും
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവചിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമായും സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ വായുവിൻ്റെ ചലനത്തെ മുൻനിർത്തി എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്? അത്ഭുതകരമായ ഈ അന്തരീക്ഷവായു അള്ളാഹുവാണ് സംവിധാനിച്ചത്. അവൻ സർവശക്തനാണ്. ആ അള്ളാഹുവിന് ഉയർത്തെഴുന്നേൽപ്പ് നടപ്പാക്കാൻ എന്താണ് പ്രയാസം? ഈ അന്തരീക്ഷവായുവിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു യുക്തിയുണ്ട്. അത് വെറുതെ സൃഷ്ടിച്ചതല്ല, അതിൻ്റെ പുറകിൽ ഒരു ആസൂത്രണം ഉണ്ട്. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ഒന്നിലും യുക്തിയില്ലായ്മ നമുക്ക് കാണാൻ സാധ്യമല്ല. അലക്ഷ്യമായിട്ട്, വ്യർത്ഥമായിട്ട് അള്ളാഹു ഒന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ അള്ളാഹു മനുഷ്യനെ അലക്ഷ്യനായിട്ട് സൃഷ്ടിക്കുമോ? സൂര്യന് ഒരു ലക്ഷ്യമുണ്ട്, ചന്ദ്രനും ലക്ഷ്യമുണ്ട്, വായുവിൻ്റെ ചലനങ്ങൾക്കും ലക്ഷ്യമുണ്ട്. അങ്ങനെ ഓരോന്നിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ യുക്തിരഹിതമായിട്ട്, അലക്ഷ്യമായിട്ട് ഒന്നും തന്നെ അള്ളാഹു സൃഷ്ടിച്ചതായിട്ട് കാണുവാൻ സാധ്യമല്ല. ദൈവനിഷേധികൾ വരെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. എല്ലാത്തിനും അതിൻ്റേതായ ലക്ഷ്യമുണ്ട്. കടലിന്, പുഴകൾക്ക്, നദികൾക്ക്, ചെറിയ തോടുകൾക്ക്, സസ്യങ്ങൾക്ക്, എല്ലാത്തിനും അതിൻ്റേതായ ജീവിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് അവ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മനുഷ്യൻ, ആ മനുഷ്യനെ അള്ളാഹു അയുക്തികമായിട്ട് അഥവാ ലക്ഷ്യമില്ലാതെ അലക്ഷ്യനായിട്ട് സൃഷ്ടിക്കുമോ? വെറുതെ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, അങ്ങനെ ജീവിച്ചിട്ട് മരിച്ചു പോവുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല. ആ രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയില്ലല്ലോ എന്ന ചോദ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 1 മുതൽ 7 വരെ ആയത്തുകളിൽ നമ്മളോട് പറയുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ആയത്തുകൾ 7 മുതൽ 8 മുതൽ 15 വരെയുള്ള ആയത്തുകൾ, ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. 8 മുതൽ 15 വരെയുള്ള ആയത്തുകൾ. പരലോക നിഷേധികൾ അഥവാ സത്യനിഷേധികൾ എന്തായിരുന്നു ചോദിച്ചത്? പരലോകം ഉണ്ടെങ്കിൽ, അന്ത്യനാൾ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരിക. പ്രവാചകരെ, താങ്കൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അന്ത്യനാൾ അതൊരു സത്യമാണെങ്കിൽ അതൊന്ന് കൊണ്ടുവന്ന് കാണിക്ക്, നേർക്ക് നേരെ ഒന്ന് കാണട്ടെ, എങ്കിൽ ഞങ്ങളതിൽ വിശ്വസിക്കാം. നേർക്ക് നേരെ കാണാതെ ഞങ്ങളതിൽ വിശ്വസിക്കാൻ സന്നദ്ധരല്ല എന്ന അവരുടെ ആവശ്യം, അവരുടെ ചോദ്യം, അതിനുള്ള ബുദ്ധിപരമായ മറുപടികളാണ് 8 മുതൽ 15 വരെ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ 16 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് ഉയർത്തെഴുന്നേൽപ്പ്, പരലോകം, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് മാത്രമല്ല അനിവാര്യതയാണ്. രണ്ടും ഒരു പോയിൻ്റാണ്. ഒന്ന് യാഥാർത്ഥ്യം, മറ്റൊന്ന് അനിവാര്യത. അനിവാര്യത എന്ന് പറയുമ്പോൾ അത് സംഭവിക്കണം, പരലോകം ഉണ്ടാകണം. ഇല്ലെങ്കിൽ മനുഷ്യർക്കത് മഹാനഷ്ടമാണ് വരുത്തി വയ്ക്കുക.
അപ്പോൾ അനിവാര്യമായും സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അന്ത്യനാൾ അല്ലെങ്കിൽ പരലോകം. അതിനെ സംബന്ധിച്ചാണ് ഈ 16 മുതൽ 28 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അങ്ങനെ ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ, അഥവാ പരലോകം എന്നത് യാഥാർത്ഥ്യമല്ലെങ്കിൽ മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുക? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറേ തെളിവുകൾ ഒക്കെ എടുത്തു വയ്ക്കുന്ന ആയത്തുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. 28 മുതൽ 40 വരെ ആയത്തുകൾ. 28 മുതൽ 40 വരെ ആയത്തുകളിൽ പരലോക നിഷേധികളുടെയും 41 മുതൽ 45 വരെ ആയത്തുകളിൽ പരലോക വിശ്വാസം കൈക്കൊണ്ട് ഭൗതിക ജീവിതത്തിൽ തങ്ങളുടെ പാരത്രിക ജീവിതം നന്നാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പിന്നെ അവസാനത്തെ ആയത്തുകളാണുള്ളത്. അതായത് 41 മുതൽ പിന്നെ 45, പിന്നെ ലാസ്റ്റ് ഉപദേശവും ഒക്കെ ആയിട്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. മൊത്തത്തിൽ പറയുമ്പോൾ പരലോകം എന്നതുമായി ബന്ധപ്പെട്ട്, അന്ത്യനാളുമായി ബന്ധപ്പെട്ട് വളരെ യുക്തിഭദ്രമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ അവതരിച്ച സൂറകളിൽ പ്രധാനമായും പറയുന്നത് ആഖിറത്തും തൗഹീദും റിസാലത്തും ഒക്കെയാണ്. ഇപ്പോൾ ഈ സൂറത്തിൽ ആഖിറത്താണ് പറയുന്നത്. തൗഹീദും റിസാലത്തും ആഖിറത്തും, ഈ 3 അടിത്തറകളിൽ ആണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ഈ 3നെ സംബന്ധിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ ഒരാൾക്ക് യഥാർത്ഥ സത്യവിശ്വാസിയാകാൻ സാധ്യമല്ല. ആരാണ് അല്ലാഹു? അല്ലാഹു എന്തുകൊണ്ടാണ് ഏകനായത്? എന്തുകൊണ്ട് ബഹുദൈവങ്ങൾ ഇല്ല? അല്ലാഹ്ക്ക് തുല്യനായിട്ട് ഒരു അസ്തിത്വം എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇല്ല? അതിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാതെ ഒരാൾക്ക് സത്യവിശ്വാസിയാകാൻ സാധ്യമല്ല. അതേപോലെ തന്നെ എന്താണ് പരലോകം? എന്തിനാണ് പരലോകം? അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കാതെ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കാനും സാധ്യമല്ല. ഇതേപോലെ തന്നെയാണ് റിസാലത്തും അഥവാ പ്രവാചകത്വം. അപ്പോൾ ഈ 3 അടിത്തറകളിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മറ്റ് ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇൻഷാ അല്ലാഹ് 1 മുതൽ 7 വരെയുള്ള ആയത്തുകളെ ഒന്ന് പരിശോധിക്കാം. ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുർസലാത്തി ഉർഫാ ഫൽ ആസിഫാത്തി അസ്ഫാ വന്നാശിറാത്തി നശ്റാ ഫൽ ഫാരിഖാത്തി ഫർഖാ ഫൽ മുൽഖിയാത്തി ദിക്റാ ഉദ്റൻ ഔ നുദ്റാ ഇന്നമാ തുഅദൂന ലവാഖിഉ. അത്രയും നോക്കാം. ഇവിടെ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ നല്ല വൃത്തിയോടെ എൻ്റെ ആ ഉച്ചാരണമൊക്കെ ശരിയാക്കി പാരായണം ചെയ്യുക. പിന്നെ 3-ാമത്തെ ആയത്ത് വന്നാശിറാത്തി നശ്റാ, ആ നൂന് രാഗത്തോടെ ഉച്ചരിക്കണം. അതുപോലെ 7-ാമത്തെ ആയത്തിൽ ഇന്ന
ഇന്നമാ തൂഅദൂന ലവാഖിഅ. ലവാഖിഅ, ആ ഇന്നമ അവിടെയും രാഗത്തോടെയാണ് ഉച്ചരിക്കേണ്ടത്. നമുക്ക് നോക്കാം ഒന്നാമത്തെ ആയത്ത്. ഞാൻ ഓരോ വാക്കിൻ്റെ അർത്ഥം പറയാം. ഈ സൂറയുടെ പേര് തന്നെയാണ് തുടക്കത്തിൽ വൽ മുർസലാത്ത്. മുർസലാത്ത് എന്ന് പറയുമ്പോൾ അർസല യുർസലു. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ റിസാലത്ത്, അതിലേക്കൊക്കെ കണക്ഷനുള്ള വാക്കാണ്. മുർസലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയക്കപ്പെടുന്നവ എന്നാണ്. അയക്കപ്പെടുന്നവ, അയക്കപ്പെടുന്നവ. വാ അവിടെ തുടക്കത്തിലുണ്ട്. ആ വാവിൻ്റെ അർത്ഥം സത്യം എന്നാണ്, സത്യം. അപ്പോൾ വൽ മുർസലാത്ത് എന്ന് പറയുമ്പോൾ അയക്കപ്പെടുന്നവയാണ് സത്യം. ഉറുഫ, തുടർച്ചയായി. ഉറുഫ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക? തുടർച്ചയായി അയക്കപ്പെടുന്നവയാണ് സത്യം. ഇവിടെ തുടർച്ചയായി അയക്കപ്പെടുന്നവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റുകളാണ്. ഇവിടെ കാറ്റുകളെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റുകളാണ്. നമ്മൾ അവിടെ നിന്നത് മനസ്സിലാക്കിയെടുക്കുകയാണ്. തുടർച്ചയായി അയക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, തുടർച്ചയായി അഴിച്ച് വിടപ്പെടുന്ന. തുടർച്ചയായി അഴിച്ചു വിടപ്പെടുന്ന കാറ്റുകളാണ് സത്യം. ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതൊന്ന് അത്ര എടുത്തിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഫൽ ഫാരിഖാത്തി, അതിനു മുമ്പുണ്ട് വൻ നാഷിറാത്തി, അതിനു മുമ്പുണ്ട് ഫൽ ആസിഫാത്തി ആസ്ഫ. രണ്ടാമത്തെ ആയത്ത്. ആസിഫ് സ്വാദാണ്, സീനല്ല. ആസിഫ്, ആസിഫാത്ത്. ആസിഫ് അല്ലെങ്കിൽ ആസിഫാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശക്തമായിട്ട് വീശുന്നത് എന്നാണ്, ആഞ്ഞ് വീശുന്നത് എന്നതിൻ്റെ അർത്ഥം. ഫൽ ആസിഫാത്ത് എന്ന് പറയും. അവിടെ ഫ എന്ന വാക്കുണ്ട്. ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ. ആസിഫാത്ത് എന്ന് പറഞ്ഞാൽ ആഞ്ഞു വീശുന്നത്, അടിച്ചു വീശുന്നത്. ആസ്ഫ എന്ന വാക്കുണ്ട്. ആസ്ഫ എന്ന് പറഞ്ഞാൽ ശക്തമായ ആഞ്ഞു വീശൽ. രണ്ടും ഒരേ വാക്ക് തന്നെ. ആസിഫാത്ത് പിന്നെ അസ്ഫ രണ്ടും ഒരേ വാക്ക് തന്നെയാണ്. അപ്പോൾ ഫൽ ആസിഫാത്ത് എന്ന് പറഞ്ഞാൽ ആഞ്ഞു വീശുന്നവയാണ് സത്യം. അസ്ഫ എന്ന് പറയുമ്പോൾ ഒരു ആഞ്ഞു വീശൽ, ഒരു ആഞ്ഞു വീശൽ. അപ്പോൾ അത് ഒന്നിച്ച് പറയുമ്പോൾ അർത്ഥം ഇങ്ങനെ വരിക. രണ്ടാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഒന്നിച്ച് പറയുമ്പോൾ കൊടുങ്കാറ്റായി അടിച്ചു വീശുന്ന കാറ്റുകളാണ് സത്യം. അപ്പോൾ ആസിഫാത്തിന് കൊടുങ്കാറ്റ് എന്നും അർത്ഥം കൊടുക്കാം. ഈ ആഞ്ഞു വീശുന്ന കാറ്റ് കൊടുങ്കാറ്റാണല്ലോ. അപ്പോൾ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് ആണ്, അല്ലെങ്കിൽ കൊടുങ്കാറ്റായി അടിച്ചു വീശുന്നവയാണ് സത്യം. ഇനി മൂന്നാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ വൻ നാഷിറാത്ത്. നാഷിറാത്ത്, നാഷിറാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരത്തുക എന്നർത്ഥം. പരത്തുക. നാഷിറാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരത്തുക, ചിതറി ഇങ്ങനെ പരത്തുക. നാഷിറാത്ത്. നഷ്റ എന്ന് പറഞ്ഞാൽ ഒരു പരത്തൽ, ഒരു പരത്തൽ. നാഷിറാത്തും നഷ്റയും ഒരേ വാക്ക് തന്നെയാണ്. നാഷിറാത്ത് എന്ന് പറഞ്ഞാൽ പരത്തുന്നവ. അപ്പോൾ അവിടെ സത്യം എന്ന വാക്കും അടങ്ങിയിട്ടുണ്ട്. ഇവിടെ പരത്തുക എന്ന് പറഞ്ഞാൽ മേഘങ്ങളെയാണ് പരത്തുന്നത്. മേഘങ്ങളെ ഇങ്ങനെ പരത്തുന്നു. മേഘങ്ങൾ എന്നവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അതിലത് അടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നഷ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മേഘങ്ങളെ ഇങ്ങനെ പരത്തിയിട്ട് കഷ്ണങ്ങളായിട്ട് കീറുന്നു, പല പല കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കീറുന്നു, ചിതറി. മേഘങ്ങളിങ്ങനെ കാറ്റ് വന്ന് വീശുമ്പോൾ മേഘങ്ങളിങ്ങനെ ചിതറി പല കഷ്ണങ്ങളായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള കാറ്റുകളാണ് സത്യം. അപ്പോൾ അവിടെ പദാനുപത അർത്ഥം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ പരത്തുന്നവ എന്ന അർത്ഥം വരിക. പക്ഷെ അത് മേഘങ്ങളെ എന്ന അർത്ഥം അവിടെയുണ്ട്. പിന്നെ കഷ്ണങ്ങളായിട്ട്, നഷ്റ എന്ന് പറയുമ്പോൾ കഷ്ണങ്ങളായിട്ട് പരത്തുന്ന എന്നും അർത്ഥം വരും. നമുക്കിനി നാലാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ ഫൽ മുൽഖിയാത്തി ഫർഖ. മുൽഖിയാത്തല്ല, ഫൽ ഫാരിഖാത്തി ഫർഖ. ഓക്കെ, ഫൽ ഫാരിഖാത്ത ഞാൻ വായിച്ചപ്പോൾ മുൽഖിയാത്തായപ്പോയതാണ്. ഫൽ ഫാരിഖാത്തി ഫർഖ. ഫാരിഖാത്ത്, ഇങ്ങനെ ഫാരിഖാത്ത് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്നവ എന്നർത്ഥം. വേർതിരിക്കുന്നവ, ഫാരിഖാത്ത് വേർതിരിക്കുന്നവ. ഫർഖ എന്ന് പറഞ്ഞാൽ ഒരു വേർതിരിക്കൽ. രണ്ടും ഒരേ വാക്ക് തന്നെ, വ്യത്യസ്ത ഗ്രാമറിൽ വന്നിരിക്കുകയാണ്. ഫൽ ഫാരിഖാത്ത്, ഫാരിഖാത്തിൻ്റെ അർത്ഥം വേർതിരിക്കുന്നവ. ഫാരിഖാത്തിൻ്റെ അർത്ഥം വേർതിരിക്കുന്നവ. ഫർഖ എന്ന് പറഞ്ഞാൽ ഒരു വേർതിരിക്കൽ. അപ്പോൾ ഫാരിഖാത്തി ഫർഖ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നിച്ചു പറയുമ്പോൾ അർത്ഥം കുറച്ചുകൂടി വിശാലമായിട്ട് വരും. അതായത് അവിടെ വേർതിരിക്കുന്നത് ഈ മേഘങ്ങളെയാണ്. പല കഷ്ണങ്ങളായിട്ട് എന്തു ചെയ്യുന്നു? വേർതിരിക്കുന്നു. അതാണ് ഇവിടെ മേഘങ്ങളെന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് അവയെ കഷ്ണങ്ങളായിട്ട് വേർതിരിക്കുന്നു. അങ്ങനെയാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ ഫൽ മുൽഖിയാത്തി ദിക്റ. മുൽഖിയാത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നു. മുൽഖിയാത്ത് ഇട്ടുകൊടുക്കുന്നു. ദിക്റ എന്ന് പറഞ്ഞാൽ സ്മരണ. സ്മരണ ഇട്ടുകൊടുക്കുന്നു. ദിക്റിന് ദിവ്യ സന്ദേശം എന്നും അർത്ഥമുണ്ട്, സ്മരണ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ആ സ്മരണ ഇട്ടുകൊടുക്കുന്ന, അങ്ങനെ അർത്ഥം വയ്ക്കാം. അപ്പോൾ ഒന്നിച്ച് അർത്ഥം പറയുമ്പോൾ നോക്കാം. ഒന്നിച്ച് അർത്ഥം പറയുമ്പോൾ സ്മരണ നിക്ഷേപിക്കുന്നവയാണ്. സ്മരണ നിക്ഷേപിക്കുന്നവയാണ് സത്യം. എന്നിട്ട് ആ ഏഴാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ അതിന് മുമ്പ് വേറെയുണ്ട്. ഉദ്റൻ ഔ നുദ്റ. ഉദ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒഴികഴിവായിട്ട്. ഔ അല്ലെങ്കിൽ നുദ്റ എന്ന് പറയുമ്പോൾ മുന്നറിയിപ്പായിട്ട്. നമുക്ക് ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ഓരോ പദങ്ങളുടെ അർത്ഥം പറഞ്ഞു പോവാണ്. ഉദ്റൻ എന്ന് പറയുമ്പോൾ ഒഴികഴിവായിട്ട്, നുദ്റ എന്ന് പറയുമ്പോൾ മുന്നറിയിപ്പായിട്ട്. മുന്നറിയിപ്പായിട്ടും ഒഴികഴിവായിട്ടും. ഇന്നമാ തുഅദൂന, തീർച്ചയായും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത് ലവാക്യ, സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്നമാ, തീർച്ചയായും, തുഅദൂന, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത് ലവാക്യ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. വാക്യ എന്ന് പറഞ്ഞാൽ സംഭവിക്കും. ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. തുഅദൂന, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഇതാണ് 7 ആയത്തുകളുടെ ഒരു സാമാന്യ അർത്ഥം. നമുക്കിനി ചർച്ച ചെയ്യാം. ഞാൻ ഒന്നിച്ച് അർത്ഥം പറയാം. 7 ആയത്തിൻ്റെയും അർത്ഥം ഒന്നിച്ച് പറയുമ്പോൾ തുടർച്ചയായി അഴിച്ചുവിടപ്പെടുന്ന കാറ്റുകളാണ് സത്യം. പിന്നീട്
കൊടുങ്കാറ്റായി അടിച്ചു വീശുന്നവയാണ് സത്യം. മേഘങ്ങളെ പരത്തുന്നവയാണ് സത്യം. എന്നിട്ടവയെ കഷ്ണങ്ങളായി കീറുന്നവയാണ് സത്യം. പിന്നീട് ഒഴികഴിവായോ താക്കീതായോ ഹൃദയങ്ങളിൽ ദൈവസ്മരണ നിക്ഷേപിക്കുന്നവയാണ് സത്യം. നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി തീർച്ചയായും സംഭവിക്കാനുള്ളത് തന്നെയാകുന്നു. ഇതാണ് അതിൻ്റെ ഒന്നിച്ചു പറയുമ്പോൾ അർത്ഥം. നമുക്ക് ഓരോന്നും ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞു, 1 മുതൽ 7 വരെ ആയത്തുകളിൽ അള്ളാഹു കാറ്റിനെയാണ് ദൃഷ്ടാന്തമായിട്ട് എടുത്തു വച്ചിട്ടുള്ളത്. എങ്ങനെയുള്ള കാറ്റുകളാണ്? പലതരം കാറ്റുകളെ സംബന്ധിച്ചിവിടെ പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞത് തുടർച്ചയായി അഴിച്ചുവിടപ്പെടുന്ന കാറ്റ്. അപ്പം കാറ്റുകളെ നമുക്ക് പലതായിട്ട് കാണാൻ കഴിയും. എല്ലാത്തിനെയും നമ്മൾ കാറ്റ് എന്നാണ് പറയുക. പക്ഷേ തുടർച്ചയായിട്ട് അടിച്ചു വീശുന്ന കാറ്റുകളുണ്ട്. പിന്നീട് പറഞ്ഞു കൊടുങ്കാറ്റ് എന്ന്, ആസിഫാത്ത്. അതും കാറ്റിൻ്റെ മറ്റൊരു രൂപമാണ്. പിന്നീട് പറഞ്ഞു മേഘങ്ങളെ പരത്തുന്നവ. അത് മഴയുമായി ബന്ധപ്പെട്ടായിരിക്കാം. കാർമേഘങ്ങളെ ചലിപ്പിക്കുന്നത് കാറ്റുകളാണ്. അപ്പോൾ ഈ കാറ്റിൻ്റെ ചലനം കൊണ്ടാണ് കാർമേഘങ്ങൾ കഷ്ണങ്ങളായിട്ട് കീറി അങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ മഴമേഘങ്ങളായി രൂപാന്തരപ്പെട്ട് അങ്ങനെ മഴ പെയ്യുന്നു. അങ്ങനെയുള്ള കാറ്റുകളുണ്ട്. പിന്നീട് അവസാനത്തിൽ പറഞ്ഞ ഒരു കാറ്റാണ് ഒഴികഴിവായോ താക്കീതായോ അടിച്ചു വീശുന്ന കാറ്റ്. അതെന്തായിരിക്കും? ഒഴികഴിവായോ താക്കീതായിട്ടോ. അതെന്താണ്? ചിലപ്പോൾ ഈ കാറ്റിൻ്റെ ആഗമനം നിലയ്ക്കുകയും കാറ്റ് അതിൻ്റെ രൂപത്തിൽ ചലിച്ചില്ലെങ്കിൽ ക്ഷാമമുണ്ടാകുമെന്ന് ആശങ്കയുളവാവുകയും ചെയ്യുന്നത് മൂലം നമ്മുടെ ഹൃദയത്തിൽ ഒരുതരം പ്രയാസമുണ്ടാകുന്നു. കാറ്റില്ല എന്ന് പറയുമ്പോൾ മഴയില്ല. കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യർക്ക് ആഹാരം കഴിക്കണമെങ്കിൽ കാർഷിക ഉൽപാദനം കൃത്യമായി നടക്കണം. അതിന് സുലഭമായിട്ട് മഴ ലഭിക്കേണ്ട തോതിൽ, അളവിൽ മഴ ലഭിക്കണം. അപ്പോൾ കാറ്റിൻ്റെ ചലനം നഷ്ടപ്പെട്ടാൽ മഴമേഘങ്ങളെ ചലിപ്പിക്കാൻ സാധിക്കാതെ, മഴ ലഭിക്കാതെ ക്ഷാമമുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുതരം പ്രയാസം ഉണ്ടായിത്തീരുന്നു. അങ്ങനെ ആളുകൾ പശ്ചാത്താപത്തോടെ അള്ളാഹുവിനോട് മാപ്പിരക്കാൻ തുടങ്ങുന്നു. അതാണ് ഉദ്റൻ ഔ നുദ്റ. ചിലപ്പോൾ കാറ്റ് താക്കീതായിരിക്കും, ചിലപ്പോൾ അത് എന്താണ് ഒരു ഉദ്ർ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ? ഒഴികഴിവായിരിക്കും. ഇനി ചിലപ്പോൾ നല്ല മഴ ലഭിക്കും. മഴ ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് മനുഷ്യർ നന്ദി പ്രകാശിപ്പിക്കും അള്ളാഹുവോട്. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ തരളിതമാക്കാനും മനുഷ്യൻ്റെ മനസ്സിനെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ദൈവസ്മരണ കൊണ്ടുവരാനും, അതാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞ ദിക്ർ എന്ന പ്രയോഗം. ഹൃദയങ്ങളിൽ ദൈവസ്മരണ നിക്ഷേപിക്കുന്നവയാണ്, അതാണ് ദിക്ർ. അപ്പോൾ ഈ കാറ്റ് മനുഷ്യ ഹൃദയത്തിൽ പലതരം വിചാരങ്ങൾ സൃഷ്ടിക്കുന്നു. 1 ദൈവസ്മരണ, 2 നന്ദിബോധം, 3 പശ്ചാത്താപ ചിന്ത,
കാറ്റില്ലാതെ വരുമ്പോൾ, മഴയില്ലാതെ വരുമ്പോൾ പശ്ചാത്താപ ചിന്ത. കാറ്റും മഴയുമൊക്കെ ലഭിക്കുമ്പോൾ നന്ദി ബോധം, അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ചിന്ത. പിന്നെ ചില കാറ്റുകൾ അതിശക്തമായിട്ട് വീശുമ്പോൾ ചില നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുമ്പോൾ ദിക്ർ, ദൈവബോധം, ഭക്തിയിലേക്ക് നമ്മൾ അടുക്കുന്നു. ഇങ്ങനെ പല രൂപത്തിലുള്ള കാറ്റുകളുണ്ട്. ഈ കാറ്റുകളുടെ ചലനത്തിൽ ഒരു യുക്തി അടങ്ങിയിട്ടുണ്ട്. ആ യുക്തി ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ പ്രകൃതിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. അത് വെറുതെ അടിച്ചു വീശുന്ന ഒരു കാറ്റല്ല. എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് അതൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ലാസ്റ്റ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇന്നമാ തുഅദൂന ലവാഖിഅ, തീർച്ചയായും അത് സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്. ഏത്? ഖിയാമത്ത്. ഇതൊക്കെ സത്യമാണെങ്കിൽ ഖിയാമത്തും സത്യമാണ്. ഈ കാറ്റിൻ്റെ ചലനവും മഴയും അനുഗ്രഹങ്ങളും ഇതൊക്കെ വളരെ വ്യവസ്ഥാപിതമായിട്ട് ചലിക്കുന്നുവെങ്കിൽ ഇന്നമാ തുഅദൂന, തീർച്ചയായും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത് ലവാഖിഅ, അത് സംഭവിക്കും, സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം വളരെ യുക്തിപൂർണമായിട്ട് ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറകിൽ അള്ളാഹുവാണെങ്കിൽ നിങ്ങളെ മരിപ്പിച്ചിട്ട് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട് അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല എന്നാണ് 1 മുതൽ 7 വരെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ അർത്ഥമൊക്കെ സഹിതം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ തൽക്കാലം ഈ ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് പ്രയാസങ്ങൾ വേറെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 മുതൽ 7 വരെ ആയത്ത് നല്ല പോലെ മനസ്സിലാക്കി പഠിക്കുക. ആമുഖവും ഈ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ പദാനുപദാർത്ഥമൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തരാം. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം ചെലവഴിച്ച സമയം അള്ളാഹു ഒരു ഇബാദത്തായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ദക്കിർനാ മിൻഹുമാ നസീനാ വഅല്ലിംനാ മിൻഹുമാ ജഹിൽനാ വർസുഖ്നാ തിലാവതഹു ആനാ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ വജഅൽഹു ലനാ ഹുജ്ജതൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.